ഇന്ന് നമ്മൾ ബീട്രൂട്ട് തോരൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്കറിയാമല്ലോ ബീട്രൂട്ട് ഭയങ്കര ഹെൽത്തിയാണ്. പലർക്കും ഇഷ്ടമല്ല ബീട്രൂട്ട് കഴിക്കാൻ തന്നെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ചിലപ്പോൾ കഴിക്കാത്തവരൊക്കെ കഴിച്ചു പോവും. അപ്പോൾ നമുക്ക് ഈ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബീട്രൂട്ട് തോരൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓണാക്കിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുക, മറ്റു ഓയിലൊന്നും ചേർക്കാതിരിക്കണതാണ് നല്ലത്. വെളിച്ചെണ്ണയാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ അത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്തിട്ട് അത് പൊട്ടണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കടുക് ചേർത്ത് കൊടുത്തതൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു സവോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ സവോള നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്കൊരു 3 പച്ചമുളക് നടുവെ കീറിയതും പിന്നെ ഒരു 2 തണ്ട് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പച്ചമുളക് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം എരിവുള്ളൊരു പച്ചമുളക് ആയതുകൊണ്ട് ഇത് മാത്രം മതി. അപ്പോൾ പച്ചമുളകും വേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വഴറ്റി കൊടുക്കാം. ഇനി സബോള അത്യാവശ്യം വാടി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് നാളികേരം ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പാണ് യൂസ് ചെയ്തേക്കുന്നത്. നാളികേരം ഇതിന് കൂടുതലായിട്ടും യൂസ് ചെയ്യാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ നാളികേരം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. നമ്മൾ ചേർത്ത് കൊടുത്ത നാളികേരം നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസുള്ള ബീട്രൂട്ട് വലുതായി ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ബീട്രൂട്ടിനെ കുഞ്ഞായി അരിഞ്ഞിട്ടായാലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ബീട്രൂട്ടും പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായി മിക്സാക്കി എടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഈ ബീട്രൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കണം. അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ബീട്രൂട്ടൊക്കെ നന്നായി മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ ബീട്രൂട്ടും സബോളയും നാളികേരം എല്ലാം കൂടി നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണോ അതിന് കുറച്ചും കൂടി കൂടുതലായാലും വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വെള്ളമാണിത്. അതിപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ കൂടി വെള്ളം കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ആക്കിയിട്ട് ഇത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. പിന്നെ നമ്മൾ ഈ മൂടി വെച്ചിട്ട് വേവിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളം വറ്റിയിട്ട് അതിൻ്റെ അടി പിടിക്കാനൊക്കെ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ ബീട്രൂട്ട് വേവിക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ടൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ നന്നായി വറ്റി ബീട്രൂട്ടൊക്കെ വെന്ത് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കടിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 20-25 മിനിറ്റ് മാക്സിമം മതി ഈ ബീട്രൂട്ട് വേവാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ വയ്ക്കുമ്പോൾ കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഒരു 20-25 മിനിറ്റ് കൊണ്ട് നമ്മുടെ ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഭയങ്കര ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഹെൽത്തിയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് തോരൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പലർക്കും അറിയാവുന്ന റെസിപ്പിയാണ്, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.